സത്യത്തിൽ ഈ നാളികേര ഉൽപാദക സംഘങ്ങൾ രൂപീകരിക്കുമ്പോൾ നാളികേരത്തിന്റെ വില 3 രൂപയ്ക്ക് പോലും നാളികേരം എടുക്കാൻ ആളില്ലാതെ ചവിട്ടി മെതിച്ചു പോയ ഒരു അവസ്ഥയിൽ നിന്നാണ് കർഷകരുടെ കൂട്ടായ്മ രൂപപ്പെടുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാളികേര കർഷകരെ അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായപ്പോൾ അതിന്റെ ഫലം കണ്ടു തുടങ്ങി. തീർച്ചയായും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നേരെ മാത്രമല്ല ഞങ്ങൾ ഈ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നാളികേരത്തിന്റെ വില നിശ്ചയിക്കാനുള്ള അധികാരമാണ് ഈ ഒരു പോരാട്ടമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘരൂപീകരണവും കമ്പനി രൂപീകരണവും ഒക്കെ അതിന്റെ ഭാഗമാണ്. നാളികേരത്തിന്റെ വില നിശ്ചയിക്കാനുള്ള അധികാരം കർഷകർക്ക് കിട്ടണം എന്നതാണ്. നാളികേര വികസന ബോർഡിന്റെ നിർദ്ദേശപ്രകാരം വടകര താലൂക്കിലെ വിവിധ ഭാഗങ്ങളിലെ കർഷകരെ 10 തെങ്ങെങ്കിലും ഉള്ള നാളികേര കർഷകരെ ചേർന്ന് 40 മുതൽ 100 കർഷകർ ചേർന്ന് നാളികേര ഉൽപാദക സംഘങ്ങളും അവ ചേർന്ന് നാളികേര 10 മുതൽ 25 സംഘങ്ങൾ ചേർന്ന് നാളികേര ഉൽപാദക ഫെഡറേഷനുകളും രൂപീകരിക്കുകയും ഏകദേശം വടകര താലൂക്കിലെ 12ഓളം നാളികേര ഉൽപാദക ഫെഡറേഷനുകൾ രൂപീകരിച്ചപ്പോൾ കമ്പനിയെക്കുറിച്ച് ആലോചിക്കുകയും 2013 ഡിസംബറോട് കൂടിയാണ് കുറ്റ്യാടി കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ചത്. അന്ന് 12 ഫെഡറേഷനുകളായിരുന്നു കുറ്റ്യാടി കമ്പനിയിൽ അഫിലിയേറ്റ് ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് വടകര താലൂക്കിൽ ഏകദേശം 20ഓളം ഫെഡറേഷനുകൾ കമ്പനിക്ക് കീഴിൽ വന്നിട്ടുണ്ട്. ഈ മേഖലയിൽ നാളികേര തേങ്ങയിടാൻ ആളില്ലാത്ത അവസ്ഥയൊക്കെ വന്നത് തീർച്ചയായിട്ടും ചില ആളുകളെ അതിനുവേണ്ടി മാത്രം തെങ്ങ് കയറ്റ തൊഴിലാളികളായി അധിക്ഷേപിക്കുന്ന ഒരു അവസ്ഥയിൽ അവരെ മക്കളിൽ അല്ലെ ചെറുപ്പക്കാരായ ആളുകൾ ഈ മേഖലയിലേക്ക് വരുന്നില്ല. ഞങ്ങൾ ഈ സംഘങ്ങൾ അല്ലെങ്കിൽ നാളികേര വികസന ബോർഡ് വിവാഹം ചെയ്തിരിക്കുന്നത് തെങ്ങ് കയറ്റ തൊഴിലാളികളെ തെങ്ങ് ചങ്ങാതിക്കൂട്ടം സംഘടിപ്പിച്ചുകൊണ്ട് ആ ട്രെയിനിങ് സംഘടിപ്പിക്കുക. അപ്പോൾ ചങ്ങാതികളാക്കി മാറ്റുകയാണ്. നാളികേരത്തിന് ഇടുന്ന ആളുകളെ, പറിക്കുന്ന ആളുകളെ ചങ്ങാതികളാക്കി മാറ്റുക. രണ്ടാമത് ഇവിടെ ഈ തൊഴിലാളികളെ, നീര ചെത്തുന്ന തൊഴിലാളികളെ നീര ടെക്നീഷ്യന്മാരാക്കുകയാണ്. അപ്പോൾ നല്ല പേരോട് കുറ്റ്യാടി കമ്പനി അവർക്ക് പേര് മാത്രമല്ല, അവർക്ക് യൂണിഫോം, ക്രിക്കറ്റ് താരങ്ങളെ പോലുള്ള പച്ച യൂണിഫോം കൊടുത്തിരിക്കുകയാണ്. കുറ്റ്യാടി കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 25 ലക്ഷം രൂപയോളം ചെലവഴിച്ച് 340 പേരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഈ 42 ദിവസത്തെ ട്രെയിനിങ്ങിന് ഒരു നീര ടെക്നീഷ്യനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി കമ്പനിക്ക് ചെലവായത് 15,000 രൂപയോളാണ്. ഇങ്ങനെ 340 പേരെ ട്രെയിൻ ചെയ്തെങ്കിലും കമ്പനി ഫാക്ടറിയുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഇതിൽ 20% പോലും ഞങ്ങൾക്ക് ചെത്താൻ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് കള്ളിച്ചത്ത് മേഖലയിൽ ഈ നടമാടുന്ന ഒരു പ്രശ്നം, കർഷകർക്ക് ഈ മേഖലയിൽ കർഷകർക്ക് കൊടുക്കുന്നത് കേവലം 600 രൂപയാണ്. ഒരു വർഷത്തേക്ക് ഒരു തെങ്ങിന് കള്ളിച്ചത്ത് മേഖലയിലെ കോൺട്രാക്ടർ കർഷകന് കൊടുക്കുന്നത് 600 രൂപയാണ്. ഇവിടെ സത്യത്തിൽ ഒരു നീര കർഷകന് ഒരു തെങ്ങിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരു ദിവസം 100-ൽ കൂടുതൽ രൂപയാണ്. തീർച്ചയായിട്ടും ഇവിടെ നീര ടെക്നീഷ്യന് ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന നീര ടെക്നീഷ്യന്മാർ 50,000-ന് മേലെ ശമ്പളം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ള ഗംഗാധരൻ, ഇവിടെ അടുത്ത് ചെത്തുന്ന ഗംഗാധരൻ ഏകദേശം 48 ലിറ്റർ നീര ഇപ്പോൾ ചെത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തൊഴിലാളികൾ 50,000-നും 60,000-നും മേലെ വരുമാനം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇത്.
20 ദിവസം മുതൽ നീര ഉൽപ്പാദനം തുടങ്ങിയാൽ 5 മാസം വരെ നമുക്ക് നീര ഉൽപ്പാദനം നല്ല രീതിയിൽ തന്നെ നീര ഉൽപ്പാദനം കിട്ടും. അപ്പം ഒരു തെങ്ങിൽ നിന്ന് ശരാശരി ഒരു കർഷകന് ഒരു ദിവസം 150 രൂപ കർഷകന് കിട്ടും. ഒരു ദിവസം ടെക്നീഷ്യനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ 170 രൂപ ഒരു തെങ്ങിൽ നിന്ന് ടെക്നീഷ്യന് കിട്ടും. പിന്നെ ഒരു മാസം തന്നെ ഒരു തെങ്ങിൽ നിന്ന് 3000-4000 രൂപ വരുമാനം കിട്ടുന്നത് ഒരു തെങ്ങിൽ നിന്ന് ഒരു മാസത്തെ വരുമാനം. ഇവിടെ ഈ കഴിഞ്ഞ മാസം കർഷകർ വാങ്ങിയതാണ്ട് 3250 രൂപ വെച്ച് അവർക്ക് ഒരു തെങ്ങിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടുണ്ട്. ഈ നീരയെ നേരെയാക്കി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചുള്ള ടെക്നീഷ്യൻ്റെ ശ്രദ്ധയാണ് പ്രധാനം. നഖങ്ങളൊക്കെ മുറിച്ച് താടിയൊക്കെ വടിച്ച് നല്ല ക്ലിയറായി കുളിച്ച് നിങ്ങൾ കയറുമ്പോഴൊക്കെ കുളിച്ച് വൃത്തിയാക്കിയിട്ട് അതുപോലെ തന്നെ വിയർപ്പ് യാതൊരു കാരണവശാലും നീരയിൽ വീഴാതെ കണ്ട് വൃത്തിയോടുകൂടി എടുക്കുന്നതാണ് നീര. നമ്മൾക്ക് ഈ വിപണിയിൽ നിന്ന് കിട്ടുന്ന ഒരു പാനീയം അതിനകത്ത് ഏതെങ്കിലും ഒരു വൈറ്റമിൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിനകത്ത് 3 ഉണ്ട്. വൈറ്റമിൻ എ, ബി, സി. ഈ 3 ഘടകങ്ങളും ഒന്നിച്ചുള്ള ഒരു പാനീയം എന്ന് പറയുന്നത് നീര അല്ലാതെ മറ്റൊന്നില്ല. സമ്പൂർണ്ണ പാനീയമാണ്. നാളികേര വികസന ബോർഡ് സംഘങ്ങൾ ഉണ്ടാക്കുകയും കമ്പനികൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ കർഷകർ ആദ്യം സഹായിച്ചത്, ഞങ്ങൾ ഈ കൂട്ടായ്മ ഉണ്ടാക്കുമ്പോൾ കർഷകരൊക്കെ പല കൂട്ടായ്മകളിൽ നിന്നും വേർതിരിഞ്ഞ കർഷകരിലേക്ക് നാളികേര വികസന ബോർഡിൻ്റെ സഹായം എത്തുകയാണ് ചെയ്തത്. ഈ സംഘം മുഖാന്തരം നാളികേര കർഷകർക്ക് 2 വർഷമായി തെങ്ങ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം വളം എത്തിക്കുകയാണ്. ആയിരക്കണക്കിന് രൂപയുടെ വളവും മറ്റും നാളികേര കർഷകരെ വീട്ടിലെത്തുന്ന ഒരു അവസ്ഥയാണ് നാളികേര വികസന ബോർഡ് സംഘങ്ങളിൽ കൂടി നടപ്പിലാക്കുന്നത്. ഈ സംഘങ്ങളിൽ കൂടി കർഷകർക്ക് എവിടെയും കയറി ഇറങ്ങാതെ ആനുകൂല്യങ്ങൾ അവർ വീട്ടിൽ എത്തുന്ന ഒരു അവസ്ഥയാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നേരിയ ടെക്നീഷ്യന്മാരെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നാളികേര വികസന ബോർഡിൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പ്ലാന്റിനു വേണ്ടി കുറ്റ്യാടി കമ്പനി ഏകദേശം 2.5 കോടി രൂപയോളം ചെലവഴിച്ച ഫാക്ടറിക്ക് 50 ലക്ഷം രൂപ നാളികേര വികസന ബോർഡ് തന്നു കഴിഞ്ഞു. ഇതേപോലെ കോക്കനട്ടിൻ്റെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, ഞങ്ങൾ അടുത്ത പ്രൊജക്റ്റാണ് വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ പ്ലാന്റിനു വേണ്ടിയും സബ്സിഡി നാളികേര വികസന ബോർഡ് തരാൻ പോവുകയാണ്. സ്പ്രേഡായിട്ട് കോക്കനട്ട് മിൽക്ക് പൗഡർ എന്ന ഉൽപ്പന്നം അരൂര് ഞങ്ങൾ ഇവിടെ 2 ഏക്കർ 9 സെന്റ് സ്ഥലം, ഇവിടെയും അരൂര് 1 ഏക്കർ സ്ഥലം ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ സ്പ്രേഡായിട്ട് കോക്കനട്ട് മിൽക്ക് പൗഡർ എന്ന പ്രൊജക്ട് നടപ്പിലാക്കുമ്പോൾ അതിനും നാളികേര വികസന ബോർഡിൻ്റെ സബ്സിഡി ഉണ്ടാകും. ഉത്പാദന സഹകരണ സംഘങ്ങളാണ് നമ്മളെ നീര ചെത്തുതൊഴിലാളിയിൽ നിന്ന് നീര കളക്ട് ചെയ്തിട്ട് ഫെഡറേഷൻ മുഖാന്തരം കമ്പനിയിലെത്തുന്നത്. കമ്പനിയിൽ നിന്ന് അത് തൂക്കിയതിന് ശേഷം ഇതിൻ്റെ ഫിൽറ്ററിങ്ങിൽ ഒഴിക്കുന്നത്, ഒഴിക്കുകയാണ്. അത് കൂളിംഗ് ടാങ്കിലേക്ക് വരുന്നത്. കൂളിംഗ് ടാങ്കിൽ നിന്ന് ഫിൽറ്റർ എന്ന സംവിധാനമുണ്ട് ഇവിടെ. ആ ഫിൽറ്ററിൽ കൂടി ബോയിലിംഗിലേക്ക് 90 ഡിഗ്രി ബോയിലിംഗ് ചെയ്തതിന് ശേഷം നീര മെയിൻ ടാങ്കിലേക്ക് പോകുന്നത്. മെയിൻ ടാങ്കിൽ നിന്ന് ബോട്ടിലിംഗ് പ്ലാന്റിലേക്ക് വരും. ബോട്ടിലിംഗ് പ്ലാന്റിൽ നിന്ന് ബോട്ടിൽ ആയിട്ട് വന്നതിന് ശേഷം അത് 7 ദിവസം നിരീക്ഷണത്തിൽ വെക്കും. 7 ദിവസം നിരീക്ഷണത്തിൽ വെച്ചതിന് ശേഷം ആ നീര കവറിലിട്ട് ബോക്സ് ആയിട്ട് അടിച്ചു വരികയാണ് ചെയ്യുന്നത്. കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും നീളം കൂടിയ ലോകത്ത് തന്നെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ നാളികേരം കിട്ടുന്ന ഒരു സ്ഥലമാണ് കുറ്റ്യാടി. പക്ഷേ ഇവിടുത്തെ പ്രശ്നം നാളികേരത്തിൽ തെങ്ങിൻ്റെ വലിപ്പ കൂടുതലാണ്. അപ്പോൾ ഇത് ചെത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങളുടെ സംഘങ്ങളും ഫെഡറേഷനുകളൊക്കെ കുറിയിനം ഹൈബ്രിഡ് തെങ്ങും തൈ വ്യാപകമായി കർഷകരിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഫലമായി നഴ്സറികൾ
അത് കർഷകർക്ക് കുറഞ്ഞ വിലക്ക് എത്തിക്കുന്ന സംരംഭവും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തെങ്ങിൻ്റെ കുറവല്ല യഥാർത്ഥത്തിലുള്ളത്, ആ നീര ചെത്താനാവശ്യമായ തെങ്ങുകളുടെ അഭ്യാസം. തീർച്ചയായിട്ടും ഒരു 4-6 വർഷം കഴിയുമ്പോഴേക്കും എല്ലാ വീടുകളിലും കുറിയനും നീര ചെത്താൻ പറ്റുന്ന തെങ്ങുകൾ വരികയാണെങ്കിൽ കർഷകർക്ക് 2 വരുമാനമാണ് അതുകൊണ്ട് കിട്ടുന്നത്. ഒന്ന് നീരയുടെ വിലയും അതേപോലെ തന്നെ നീര ചെത്തുന്ന തൊഴിലാളിയുടെ ആനുകൂല്യവും കർഷകന് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നാളികേര കർഷകർ ഈ കാലം അത്രയും അഭികരിച്ച പ്രശ്നങ്ങളൊക്കെ പരിഹാരം നീരിൽ നിന്ന് ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് കുറ്റ്യാടി കമ്പനി ചെയ്യുന്നത് 38 രൂപ നീര ടെക്നീഷ്യനും 25 ലിറ്ററിന് 25 രൂപ നാളികേര കർഷകനും ഇത് ശേഖരിച്ചു തരുന്ന ഫെഡറേഷനുകൾക്ക് 8 രൂപയും ഈ രീതിയിലാണ് നമ്മൾ നീര സംഭരിക്കുന്നത്. നീര 200 മില്ലി നീരയുടെ വില 35 രൂപയാണ്. 38 രൂപ നീര ടെക്നീഷ്യന്, 25 രൂപ കർഷകന്, ബോട്ടിലിന് വേണ്ടി 30 രൂപ ചെലവഴിക്കുന്നു, ഫെഡറേഷന് 8 രൂപ ചെലവഴിക്കുന്നു. പ്രോസസ്സ് ചെയ്യുമ്പോൾ ഉള്ള കുറവ് 12%. പിന്നീട് കമ്പനിയുടെ മറ്റ് ലേബർ ചാർജ്, കറണ്ട് ചാർജ്, മറ്റുള്ള ചെലവുകൾ, അങ്ങനെ ഇവിടെയാണ് ഇതിൻ്റെ എക്കോണമി. കമ്പനി സത്യത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ നടപ്പിലാക്കുന്നതും കമ്പനി നീര കൊണ്ട് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു കമ്പനിയല്ല ഇത്. കർഷകർക്കും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കും മെച്ചം കിട്ടണം എന്ന് മാത്രമേ നീര കൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നുള്ളൂ. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और PVFCL की नामरू फोर्स। सोने पर सुहागा ये है कि देश में बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പച്ചക്കറി മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിന് 150 ലക്ഷം രൂപയുടെ പദ്ധതി. റബ്ബർ പാലുൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം.
പച്ചക്കറി മൂല്യവർധന ലക്ഷ്യമാക്കി 150 ലക്ഷം രൂപയുടെ സമഗ്ര പദ്ധതി കൃഷിവകുപ്പ് നടപ്പാക്കുന്നു. തെരഞ്ഞെടുത്ത 72 എ ഗ്രേഡ് പഴം പച്ചക്കറി ക്ലസ്റ്ററുകൾ മുഖേനയും ബ്ലോക്ക് തല ഫെഡറേറ്റഡ് സംഘടനകൾ മുഖേനയുമാണ് പദ്ധതി നടപ്പാക്കുക. ഇതനുസരിച്ച് പഴങ്ങളും പച്ചക്കറികളും യഥാസമയം നിർജ്ജലീകരണം നടത്തുക, ഫാം ഫ്രഷ് പച്ചക്കറികൾ വൃത്തിയാക്കി മുറിച്ച് ചെറിയ പോളിത്തീൻ സഞ്ചികളിലാക്കുക, ബാഷ്പീകരണം വഴി തണുപ്പ് നിലനിർത്തുന്ന കൂൾ സ്റ്റോറുകൾ സജ്ജീകരിക്കുക, അച്ചാർ പോലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുക തുടങ്ങിയ വിവിധ നടപടികൾ യാഥാർത്ഥ്യമാക്കുന്നു. മാമ്പഴം, വാഴപ്പഴം, ചക്ക, പപ്പായ, നെല്ലി, വെള്ളരി വിളകൾ, തക്കാളി, ചെറുനാരങ്ങ, ഇഞ്ചി, കൂൺ തുടങ്ങിയ നിരവധി വിളകൾ ഈ പദ്ധതിയുടെ പരിധിയിൽപ്പെടും. ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ മേൽനോട്ടം ജില്ലാ കൃഷി ഓഫീസർമാർക്കായിരിക്കും. വിളപ്പൊലിമയ്ക്കും ഉൾക്കാമ്പ് ചുവന്ന മധുരമുള്ള പഴത്തിനും പേരെടുത്ത റെഡ് ലേഡി പപ്പായ തൈകൾ കോഴിക്കോട് തിക്കോടി നാളികേര നഴ്സറിയിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. തൈയൊന്നിന് 30 രൂപയാണ് വില. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0496 260 6788. റബ്ബർ പാലിൽ നിന്നും വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പരിശീലന പരിപാടി റബ്ബർ ബോർഡ് നവംബർ 4 മുതൽ 6 വരെ കോട്ടയത്തെ പരിശീലന കേന്ദ്രത്തിൽ നടത്തുന്നു. 5000 രൂപയാണ് ഫീസ്. താമസ സൌകര്യം ആവശ്യമുള്ളവർ 250 രൂപ അധികമായി നൽകണം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 0481 235 3325, മറ്റൊരു നമ്പർ 0481 235 3127. പച്ചക്കറി കൃഷി അനായാസമാക്കുന്നതിന്റെ ഭാഗമായി പ്രോട്രേകളിൽ മുളപ്പിച്ച മികച്ച കാബേജ്, കോളിഫ്ലവർ തൈകൾ കോട്ടയം ജില്ലയിലെ കോഴ ജില്ലാ കൃഷിത്തോട്ടത്തിൽ വിൽപ്പനയ്ക്കൊരുങ്ങിയിട്ടുണ്ട്. ആവശ്യക്കാർ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ തൈകൾ വാങ്ങാൻ ഫാമിൽ എത്തേണ്ടതാണ്. കേരളത്തിലെ സാഹചര്യത്തിൽ ഇണങ്ങി വളരുന്ന നേന്ത്രനോട് സാമ്യമുള്ള പോപ്പുലു വാഴകൃഷി രീതിയുടെ പ്രത്യേകതകളും പരിചരണവും എന്ന വിഷയത്തിൽ സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രം പരിശീലനം നൽകുന്നു. കൂടാതെ ഇതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിലും പരിശീലനം നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487 269987. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ നവംബർ മാസം 12-ാം തീയതി കാട വളർത്തലിലും 16, 17, 18 തീയതികളിൽ മുട്ടക്കോഴി വളർത്തലിലും 23, 24, 25 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തലിലും പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള സംരംഭകർ സെൻട്രൽ ഹാച്ചറിയിൽ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പറുകൾ 0479 245 2279, മറ്റൊരു നമ്പർ 0479 245 7778. പഴം, പച്ചക്കറി എന്നിവയുടെ വിത്തുകളും തൈകളും ആവശ്യമുള്ളവർ VFPCKയുടെ ഇനി പറയുന്ന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണ്. തിരുവനന്തപുരം 0471 2334480, കൊല്ലം 0474 24 51364, ആലപ്പുഴ 0479 238 0976, കോട്ടയം 0481 25347009, പത്തനംതിട്ട 0473 425 2030, എറണാകുളം 0484 24 27455. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 10,300 രൂപ, കോഴിക്കോട് 11,100, തൃശൂർ 10,200, കൊപ്ര കൊച്ചിയിൽ 6,970, കോഴിക്കോട് 7,300, തൃശൂർ 6,975, കുരുമുളക് അൺഗാർബിൾഡ് 65,300, ഗാർബിൾഡ് 68,300, ചുക്ക് മീഡിയം 19,000, ബെസ്റ്റ് 20,500, മഞ്ഞൾ സേലം 7,700, ഈറോഡ് 8,000, അടയ്ക്ക 24,000-നും 25,000-നും ഇടയിൽ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 11,100, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11,300, കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 11,100, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11,400. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 10,300, കൊപ്ര 6,970, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100, പിണ്ണാക്ക് റോട്ടറി 2,400, കുരുമുളക് അൺഗാർബിൾഡ് 65,300, ഗാർബിൾഡ് 68,300, ചുക്ക് മീഡിയം 19,500, ബെസ്റ്റ് 20,500, അടയ്ക്ക പുതിയത് 24,000-നും 25,000-നും ഇടയിൽ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 മുതൽ 220 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 380 മുതൽ 400 രൂപ വരെ, ജാതിപത്രി 500 മുതൽ 850 രൂപ വരെ, ഗ്രാമ്പു 765 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 11,100, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11,300, ഒട്ടുപാൽ
7300, ലാറ്റക്സ് 8100 രൂപ. കമ്പോള അവലോകനം. ഉത്സവകാല ഡിമാൻഡ് കുരുമുളക് വില നിത്യേന ഉയർത്തി. ആഭ്യന്തര വ്യാപാരികൾ ചരക്ക് സംഭരിക്കാൻ ഉത്സാഹിച്ചതോടെ ഗാർബിൾഡ് കുരുമുളക് കിലോ 683 രൂപയിലേക്ക് കയറി. ഉത്തരേന്ത്യൻ ആവശ്യം ശക്തമാണെങ്കിലും വിദേശത്ത് മലബാർ മുളക് പിന്തള്ളപ്പെട്ട അവസ്ഥയിലാണ്. ഉത്സവ ദിനങ്ങളിലെ വർദ്ധിച്ച ആവശ്യം മുന്നിൽ കണ്ട് ഉത്തരേന്ത്യക്കാർ കനത്ത തോതിൽ ഏലക്ക ശേഖരിക്കുന്നുണ്ട്. പ്രമുഖ ലേല കേന്ദ്രങ്ങൾ വിൽപ്പനയ്ക്കെത്തുന്ന ചരക്കിൽ ഏറിയ പങ്കും വിറ്റഴിഞ്ഞു. ഇന്ന് ലേലത്തിൽ വന്ന 89,877 കിലോ ചരക്ക് പൂർണ്ണമായി ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾ കിലോ 928 രൂപയിലും ശരാശരി ഇനങ്ങൾ 619 രൂപയിലുമാണ്. തമിഴ്നാട്ടിൽ കൊപ്ര സംസ്കരണം മന്ദഗതിയിലാണെങ്കിലും സംസ്ഥാനത്തെ ചെറുകിട വിപണികളിൽ ലഭ്യത ഉയർന്നു. മലബാർ മേഖലയിൽ കൊപ്ര വില താഴ്ന്നത് വെളിച്ചെണ്ണയ്ക്കും തിരിച്ചടിയായി. കൊച്ചിയിലും നാളികേരോൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞിട്ടുണ്ട്. റബ്ബറിലും ലാറ്റക്സിനും ക്ഷാമം നേരിട്ടെങ്കിലും നിരക്കുയർത്തി ചരക്കെടുക്കാൻ വ്യവസായികൾ തയ്യാറായിട്ടില്ല. അതേസമയം അവധി വ്യാപാരത്തിൽ റബ്ബർ മികവ് കാണിച്ചത് സ്റ്റോക്കിസ്റ്റുകൾക്ക് പ്രതീക്ഷ പകർന്നു. കൊച്ചിയിൽ 4ാം ഗ്രേഡ് കിലോ 113ലും ലാറ്റക്സ് 81 രൂപയിലുമാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.2, 24.2. കൊച്ചി 31.6, 24. ആലപ്പുഴ 32.8, 23.9. പുനലൂർ 32.6, 22.8. തിരുവനന്തപുരം 31.2, 23.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.